പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ ഇഡി റെയ്ഡ് തുടരുകയാണ്. തിരുവനന്തപുരത്തെ വാടക വീട്ടിലും കണ്ണൂരിലെ വീട്ടിലുമാണ് റെയ്ഡ് നടക്കുന്നത്. അദ്ദേഹം വാടക വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഇത്രയും പെട്ടെന്ന് ഒരു റെയ്ഡ് എന്ന ചോദ്യം പലരും ചോദിക്കുമ്പോൾ ഉത്തരമായി പറയേണ്ടത്, അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയായി, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ക്ലിഫ് ഹൗസിൽ താമസിക്കുമ്പോൾ അതിന് അദ്ദേഹത്തിന് അവിടെ കനത്ത ബന്ദോബസ്ത് ഉണ്ടായിരുന്നു. 40ഓളം വാഹനങ്ങളിലും അതുപോലെ അത്ര തന്നെ പോലീസുകാരോടൊപ്പമായിരുന്നു അദ്ദേഹത്തിന്റെ പലപ്പോഴുമുള്ള യാത്ര. എന്തുകൊണ്ടാണ് ഇത്രയധികം സുരക്ഷാ സംവിധാനങ്ങളിൽ അദ്ദേഹം മുൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് കഴിഞ്ഞിരുന്നത് എന്ന് ചോദിച്ചാൽ ഇഡിയെ ഭയന്ന് തന്നെയാണ് എന്ന് പറയണം. ക്ലിഫ് ഹൗസിലെ ആ സുരക്ഷ ഇന്ന് അദ്ദേഹത്തിനില്ല. ക്ലിഫ് ഹൗസ് എന്ന കവചം എപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് പോയോ ആ സമയം മുതൽ ഇഡിക്ക് എത്രയും പെട്ടെന്ന്, അല്ലെങ്കിൽ ഇഡിക്ക് പിണറായി വിജയനിലേക്ക് എത്താനുള്ള ദൂരം കുറഞ്ഞു എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ പുഷ്പം പോലെ, പുല്ല് പോലെ പിണറായി വിജയന്റെ വാടക വീട്ടിൽ വന്ന് ഇഡിക്ക് പൊക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. കേരള പോലീസാണ് ഇതുവരെയും പിണറായി വിജയനെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ഇസഡ് കാറ്റഗറി സുരക്ഷ പിണറായി വിജയനില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു സാധാരണക്കാരനായി തിരുവനന്തപുരത്തെ ഒരു വാടക വീട്ടിൽ കഴിയുമ്പോൾ വളരെ എളുപ്പമാണ് ഇഡിക്ക് ആ വീട്ടിലേക്ക് കടന്നു ചെല്ലാനും പിണറായിയെ ചോദ്യം ചെയ്യാനും അടുത്ത നടപടിയെടുക്കാനും. എന്തായാലും പിണറായിയുടെ മൊഴി എടുത്തു എന്നാണ് അറിയുന്നത്. മറ്റൊന്ന്, വീണയുടെ മൊഴി എടുത്തു എന്ന് കേൾക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്തായാലും വളരെ നിർണായകമായ ഒരു വാർത്തയാണ്. അത് രാവിലെ തന്നെ കേരളം കേട്ടുണർന്നത്. ഇന്ന് രാവിലെ ബുധനാഴ്ച തിരുവനന്തപുരത്തൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട്. ആ മഴയുടെ ഇടയിലും CPM-ന്റെ എല്ലാ കേന്ദ്രങ്ങളെയും ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ്. അതും 12 ഇടങ്ങളിൽ ഒരേ സമയം റെയ്ഡ് നടക്കുന്നു. പിണറായി വിജയന്റെ കണ്ണൂരിലെ വീട്ടിലും തിരുവനന്തപുരത്തെ വാടക വീട്ടിലുമൊക്കെ ഇഡി ഉദ്യോഗസ്ഥർ കുതിച്ചു കയറുന്നു എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ ശരിക്കും അത് അക്ഷരാർത്ഥത്തിൽ CPM കേന്ദ്രങ്ങളെ ഞെട്ടിക്കായിരുന്നു. ഇപ്പോൾ പുതിയ പല ക്യാപ്സ്യൂളുകളുമായി, ന്യായീകരണങ്ങളുമായി CPM ഹാൻഡിലുകൾ സമൂഹ മാധ്യമങ്ങളിൽ അവരുടെ അവരുടെ മെഴുകൽ തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ പറയണം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സലോജിക് സൊല്യൂഷൻസും CMRലും തമ്മിലുള്ള ഇടപാടുകളിൽ അന്വേഷണം തുടരാമെന്ന് കേരള ഹൈക്കോടതിയുടെ വിധി കഴിഞ്ഞ ദിവസമാണ് വന്നത്. അതിനെ തുടർന്നാണ് ഈ അപ്രതീക്ഷിത മിന്നൽ റെയ്ഡ് പിണറായി വിജയന്റെ വീട്ടിലും അതുപോലെ 12 ഇടങ്ങളിലും ഉണ്ടായിരിക്കുന്നത്. പലപ്പോഴും ഈ വിഷയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതെല്ലാം മകളുമായി സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് ഒഴിയാറാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു അവസരത്തിൽ അദ്ദേഹം പറഞ്ഞത് കമലയുടെ പെൻഷൻ പൈസ ഉപയോഗിച്ചാണ് മകളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ള ഒരു കള്ളത്തരം കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആ മുഖ്യമന്ത്രി സ്ഥാനം ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെ ധൈര്യപൂർവ്വം പലർക്കും മുന്നോട്ട് പോയി ആ ഒരു കവചം, ആ ഒരു സംരക്ഷിത കവചം അദ്ദേഹത്തിന് ഇല്ലാത്തത് കൊണ്ട് തന്നെ മുന്നോട്ട് പോയി തുടർ നടപടി എടുക്കുന്നതിൽ യാതൊരു തടസ്സവുമില്ല എന്നുള്ളത് തന്നെയാണ് ഈ അപ്രതീക്ഷിത റെയ്ഡും ഈ ഞെട്ടിക്കുന്ന ഒരു മിന്നൽ റെയ്ഡും ഇഡിയുടെ ഭാഗത്തു നിന്നുണ്ടായതിൽ നിന്നും വ്യക്തമാക്കേണ്ടത്. എന്തായാലും ഇനി ആ കവചം ഇല്ല. ഇനി എങ്ങോട്ടേക്ക്, ഇനി വാടക വീട്ടിൽ തന്നെ കഴിയുമോ അതോ ജയിലിലേക്കോ എന്നുള്ള ചോദ്യത്തിനാണ് ഉത്തരങ്ങൾ മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ ലഭിക്കാൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.